നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിലെ ടൈറ്റിൽ റേസ് അതിനിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബാഴ്സലോണയ്ക്ക് പിടിമുറുക്കാൻ പറ്റിയ സുവർണാവസരമാണിത്. ഇപ്പോൾ നോക്കുക, ഇന്നലെ റയൽ ബെറ്റീസിനോട് 2-1 തോറ്റു. അവർക്കിപ്പോൾ 54 പോയിന്റാണുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 1-0 അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് വിജയിച്ചു. 56 പോയിന്റുമായിട്ട് അവർ ടോപ്പിൽ നിൽക്കുകയാണ്. ബാഴ്സക്ക് ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ, റയൽ സോസിഡാഡിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ 57 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അതായത് റയൽ മാഡ്രിഡിനെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെയും മറികടന്നുകൊണ്ട് അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനും പറ്റും. സോ ഇന്നത്തെ കളി അതിക്രൂഷ്യലാണ് എന്നർത്ഥം. നിലവിൽ 26 കളികൾ 56 പോയിന്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നാമത്, 25 കളി 54 പോയിന്റ് ബാഴ്സ രണ്ടാമത്, 26 കളി 54 പോയിന്റ് റയൽ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്ത്. സോ ഇന്ന് വിജയിച്ചാൽ 57 പോയിന്റിലേക്ക് ബാഴ്സക്ക് എത്താൻ പറ്റും. രാത്രി ഇന്ത്യൻ സമയം 8:45 ബാഴ്സലോണയുടെ മൈതാനത്താണ് FC ബാഴ്സലോണ വേഴ്സസ് റയൽ സോസിഡാഡ് പോരാട്ടമുള്ളത്. ഇപ്പോൾ നോക്കുക, റയൽ മാഡ്രിഡിൻ്റെ വീഴ്ച അത് മുതലെടുക്കാൻ തന്നെയാണ് ബാഴ്സ ഒരുങ്ങുന്നത്. നമ്മൾ ജനുവരി 24 ലാലിഗ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് ബാഴ്സലോണയേക്കാൾ 7 പോയിന്റിന് മുന്നിലായിരുന്നു. ഇപ്പോൾ നമ്മൾ മാർച്ച് 1 നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ബാഴ്സലോണ ഇന്നത്തെ ദിവസം, അതായത് മാർച്ച് 2 ദിവസം വിജയിച്ച് കയറിയാൽ റയൽ മാഡ്രിഡിനേക്കാൾ 3 പോയിന്റ് മുകളിലേക്ക് എത്താനും പറ്റും. സോ വല്ലാത്തൊരു ഹൈ ഡ്രാമയായിട്ട് ഇത്തവണത്തെ ലാലിഗയിലെ ടൈറ്റിൽ റേസ് മാറിയിരിക്കുകയാണ്. ബാഴ്സലോണക്കും ഹൻസി ഫ്ലിക്കിനും ഇപ്പോൾ നല്ല സമയമാണ്. 2025 അവർ മികച്ച രൂപത്തിലുള്ള കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലാവട്ടെ ലാലിഗയിലാവട്ടെ അവർ ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ മത്സരം വിജയിക്കും, ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തും, അവിടെ ആധിപത്യം ഉറപ്പിക്കും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.